ശമനം കിട്ടുന്നുണ്ട്. ഇതൊരു ശീതവീര്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ആമാശയ രോഗങ്ങളെ തടയാൻ ഒരു പരിധി വരെ ശതാവരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കുന്നു. ചെറുകുടല്, ആമാശയം, അന്നനാളം ഇവയിലൊക്കെ ഉണ്ടാകുന്ന അൾസർ തടയാൻ ഹെൽപ്പ് ചെയ്യുന്നു. കുടലിനെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്ലെൻസർ കൂടിയാണ് നമ്മുടെ ശതാവരി മാക്സ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റുകളും ഈസി ആയിട്ട് ദഹിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണിത്. വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുക, ലൂസ് മോഷൻ, വയറ്റിലുണ്ടാകുന്ന ട്യൂമറുകൾ ഇവയെല്ലാം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ശതാവരി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ചെറിയ ചെറിയ സിംറ്റംസ് കാണുമ്പോഴാണ് അതൊന്ന് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഇത്രയും മഹത്തരമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തുടക്കമാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ യൂറിനറി ട്രാക്കിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, യൂറിനറി ബ്ലാഡറിന്റെ ആരോഗ്യം, ഇതിനെല്ലാം പുറമെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇൻഫെർട്ടിലിറ്റി നമ്മളെ സംബന്ധിച്ച് വലിയൊരു വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ് അല്ലെ. ഇതിന് ലേഡീസിനാണെങ്കിൽ ഓവുലേഷന്റെ സമയത്ത് പ്രതിപാദന ശേഷി കൂട്ടാൻ ശതാവരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ശതാവരി നമുക്ക് ജെന്റ്സിനെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പൊ 7 കൗണ്ട് കുറവുള്ള കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പുരുഷന്മാർക്ക് നമുക്ക് ഈ ഒരു ശതാവരി ഉപയോഗിക്കാം. അതേപോലെ രാത്രിയിലൊക്കെ ഒരുപാട് ചൂട് വയർപ്പൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിലും നമ്മുടെ ശരീരം തണുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ശതാവരി മാക്സ്. അതുപോലെ പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന ഓവർ ബ്ലീഡിങ് കുറയ്ക്കാനും വൈറ്റ് ഡിസ്ചാർജിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരീരത്തിന്റെ ബലം കൂട്ടുന്നു. അതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള ലേഡീസിനെ പാൽ വർദ്ധിപ്പിക്കാൻ ഇതിലും വലിയൊരു ഔഷധം ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെ ചിലരെങ്കിലും ഡെലിവറിക്ക് ശേഷം ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ എത്ര പേര് ഈ ഒരു അവസ്ഥ കടന്നിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സ്വയം ഒന്ന് ആലോചിച്ചാൽ അറിയാം നമുക്ക് ചുറ്റുമുള്ള എത്രയോ പേര് നമ്മൾ എത്രയൊക്കെ അനുഭവിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ റീസൺ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഹോർമോണുകളുടെ ഇംബാലൻസ് ആണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനും ശതാവരി വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സന്ധിവേദന, PCOD, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ശീതവീര്യം കൂടുതലായത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ക്രമാതീതമായിട്ടുള്ള ചൂട് ശമിപ്പിക്കാനും അൾസർ പോലെയുള്ള കണ്ടീഷൻസ് വളരെ റിസൾട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. പ്രകൃതിദത്ത ആന്റിബയോട്ടിക് ആണ് നമ്മുടെ ശതാവരി മാക്സിൽ ശതാവരി കൂടാതെ അശോകയും ഇരട്ടി മധുരമുണ്ട്. ഇതിൽ അശോകം എന്നാൽ ശോകത്തെ ഇല്ലാതാക്കുന്നത് എന്നാണ് അല്ലെ. ഇപ്പൊ പീരീഡ്സിന് സമയത്ത് ഉണ്ടാകുന്ന കഠിനമായിട്ടുള്ള വയറുവേദന, ഓവർ ബ്ലീഡിങ്, ഡൈജഷൻ പ്രോബ്ലം, യൂറിനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, സ്കിൻ ഡിസീസ്, രക്തശുദ്ധി വരുത്താൻ, നിറം വെക്കാൻ ഒക്കെ നമുക്ക് ഈ ശതാവരി വളരെ ഗുണം ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്റെ വീട്ടിലൊരു നായക്കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മൂത്ത മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നായക്കുട്ടി. അപ്പൊ അവൾ ആ നായക്കുട്ടിയുമായി കുറെ അടുത്ത് പെരുമാറിയപ്പോ മുഖത്ത് ഇങ്ങനെ ഈ സൈഡിൽ മൊത്തം കുരുക്കൾ വരാൻ തുടങ്ങി. ഇതൊരു കറുത്ത കളറാണ് പിന്നീട് വലിയ കുരുക്കളായിട്ട് വരും, പിന്നീട് കറുത്ത കളറിലേക്ക് മാറാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ചൊറിച്ചിലും കൂടി ആയപ്പോ ഒരു ഹോമിയോ ഡോക്ടറെ കാണിച്ച സമയത്ത് അവര് പറഞ്ഞു നമ്മുടെ ഈ ഡോഗിന്റെ അലർജിയാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ഞാൻ മോളടുത്ത് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞ കാര്യം, അവർ മരുന്ന് കഴിക്കുന്ന പക്ഷെ അതിന് പറ്റി വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നമ്മളെ ശതാവരി ഒന്ന് പൊട്ടിച്ച് തേച്ച് നോക്കാൻ പറഞ്ഞു. വളരെ മിറാക്കിളായിട്ട് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് ഹണിയുമായിട്ട് ചേർത്ത് നമ്മൾ ശതാവരി മാക്സ് പൊട്ടിച്ച് തേനുമായി ചേർത്തിട്ട് നമ്മൾ പുരട്ടി കഴിഞ്ഞപ്പോ 2 ദിവസം കൊണ്ട് തന്നെ ആ കുരുക്കളൊക്കെ ഒതുമ്പാനും കളറിന് വ്യത്യാസം വരികയും ചെയ്യുന്നുള്ളതാണ്. ഒന്ന് പരീക്ഷ നോക്കുന്ന എനിക്ക് ആഗ്രഹമുണ്ട്, സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നെ സംബന്ധിച്ച് വളരെയധികം ഒരു എക്സൈറ്റ്മെന്റോട് ഞാൻ ഇരിക്കുന്നത് നമുക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കാൻ. ഇപ്പൊ അവരുടെയൊക്കെ പ്രായം അനുസരിച്ച് ഉള്ള റിസൾട്ട് ആണോ അതോ എന്റെ ഏജ് ഗ്രൂപ്പിൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് അറിയാവുന്നുണ്ടല്ലോ. അതേപോലെ നമുക്ക് മറ്റൊന്നാണ് ഇരട്ടി മധുരം. വയറ്റിലുണ്ടാകുന്ന എരിച്ചല്, വയറിലെ നീർക്കെട്ട്, ഓറൽ ഹെൽത്തിന്, ഒച്ചയടപ്പിനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ്, സഹായമാകുന്ന ഒന്നാണ് ഈ ഇരട്ടിമധുരം എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നു. ഇരട്ടിമധുരത്തിൽ അടങ്ങിയിട്ടുള്ള എൻസൈമുകൾ നമ്മുടെ അണുബാധയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് നമ്മുടെ ശതാവരി മാക്സിലുള്ള അതില് നമുക്ക് ശതാവരി മാക്സിന്റെ MRP വരുന്നത് 545 രൂപയും നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ 460 രൂപയ്ക്കും കിട്ടുന്നതായിരിക്കാം. 90 ക്യാപ്സ്യൂളാണ് നമുക്ക് ഒരു ബോട്ടിലിൽ വരുന്നത്. അടുത്തത് ക്രാൻബെറി ആണ്. ക്രാൻബെറി ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണ്. ക്രാൻബെറിയിൽ ധാരാളം വൈറ്റമിൻ സിയും അതേപോലെ തന്നെ ഫൈബറും ഉണ്ട്. അതുപോലെ ഫൈറ്റോ ന്യൂട്രിയന്റുകൾ ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് ഗുണം ചെയ്യുന്ന ഒന്നാണ് ക്രാൻബെറി. ഇതിൽ ഹൈ ആന്റി ഓക്സിഡന്റ് ഉള്ളത് കൊണ്ട് തന്നെ ബ്ലഡ് വെസൽസിനൊക്കെ വളരെയധികം നല്ലതാണ്. അതേപോലെ ബ്രെയിൻ പവർ നമ്മൾ ഒരുപാട് ക്യാൻസേഴ്സുമായിട്ട് എന്താ പറയാ
ഫൈറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഉള്ളത്. അപ്പൊ ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഈ ക്യാൻസറിനൊക്കെ നമുക്ക് എതിരായിട്ട് പ്രൈമറി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോ അതുപോലെ പിന്നെ വെയിറ്റ് ലോസിന് വളരെയധികം ഗുണം ചെയ്യുന്നു. പല്ലിന്റെ സ്ട്രെങ്ത്തിന്, ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ, സ്കിന്നിലെ മോയ്സ്ചർ നിലനിർത്താനായിട്ട്. നേരത്തെ പറഞ്ഞ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുമ്പോൾ നമുക്ക് അത്രയും വ്യത്യാസം വരുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന, കാരണം വൈറ്റമിൻ സിയും ഫൈറ്റോ കെമിക്കൽസും ആന്റി ഓക്സിഡന്റും